ധാത്രിക ഭാഗം 26. വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് തന്നെ ഇരുവരും കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചു. അവരെ കാത്ത് മീഡിയാസ് എയർപോർട്ടിൻ്റെ വഴിയിൽ തടിച്ചുകൂടി നിൽപ്പുണ്ടായിരുന്നു. അവർ വെളിയിലേക്ക് പ്രവേശിച്ചതും എല്ലാവരും അവർ പൊതിഞ്ഞു. സാർ, എങ്ങനെയാണ് അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടത്? ആരായിരുന്നു അവർ എന്നൊക്കെയുള്ള ചോദ്യത്തിന് മുന്നിൽ എന്തൊക്കെയോ പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി നാട്ടിലേക്ക് തിരിച്ചു. കൃഷ്ണപുരം പാലത്തിലെത്താറായപ്പോഴേക്കും അഥർവൊന്ന് നിവർന്നിരുന്നു. അവൻ സന്തോഷത്തോടെ പുറത്തേക്ക് നോക്കി. കണ്ണാടിപ്പുഴ സമൃദ്ധമായി ഒഴുകുകയാണ്. അങ്ങകലെ തലയോർത്തി പിടിച്ചു നിൽക്കുന്ന കുന്നിൻ ചെരുവുകൾ എല്ലാം കണ്ട് അഥർവിൻ്റെ കണ്ണ് നിറഞ്ഞു. എന്താടാ, എന്തൊരു നിനക്ക്? അലക്സ് ചോദിച്ചു. ഒന്നുമില്ലതാ, ഇതൊക്കെ വീണ്ടും കാണുമെന്ന് വിചാരിച്ചിരുന്നതല്ലല്ലോ. സന്തോഷമായി, അഥർ പറഞ്ഞു. പാലം കടന്ന് വണ്ടി ജംഗ്ഷനിലെത്തിയതും ആളുകൾ വണ്ടിക്ക് മുന്നിലേക്ക് വന്നു. സ്വീകരണമാണ് മോനെ, അനുഭവിച്ചോ? അലക്സ് പറഞ്ഞു. അഥർ ഒന്ന് നിശ്വസിച്ച ശേഷം പുറത്തിറങ്ങി. എല്ലാവരും സന്തോഷത്തോടെ അവൻ്റെ അരികിലേക്ക് വന്നു. മോനെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോടാ മോനെ, ഞങ്ങളൊക്കെ എന്തുമാത്രം പിഴിച്ചെന്നോ? എല്ലാവരും നിറകണ്ണുകളോട് പറഞ്ഞു. അതുകൊണ്ട് അവൻ്റെ കണ്ണുകളും നിറഞ്ഞു. എന്താ ഇത്? എനിക്ക് വേണ്ടി കരയാനും പ്രാർത്ഥിക്കാനും നിങ്ങളൊക്കെ ഉള്ളപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റുമോ? അവൻ ചോദിച്ചു. എല്ലാവരും കണ്ണു തുടച്ചു. ആളുകളെ തല്ലി മാറ്റി ഉമേഷനും സുഗണനും മുന്നിലേക്ക് വന്നു. എടാ അപ്പൂ എന്ന് വിളിച്ചുകൊണ്ട് ഉമേശൻ വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും മായയും ടോണിയും എത്തി. മായ സന്തോഷത്തോടെ ഓടി വന്ന് അഥർവിനെ അടിമുടി നോക്കി. മോനെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോടാ? ഇല്ല ചേച്ചി, എനിക്കൊന്നുമില്ല. മായ സന്തോഷത്തോടെ കണ്ണു തുടച്ചു. എനിക്കറിയാം. അല്ല, എവിടെ അവൾ? എനിക്ക് അവളെ ഒന്ന് കാണണം. അത് തിരിഞ്ഞു നോക്കി. വണ്ടിയിലിരുന്ന് മീനു ഞെട്ടി. ഈശ്വര, പെട്ടു. ചേച്ചിയുടെ കൈ നാട്ടിയ ഉറപ്പാ. എന്താ മോളെ ചെയ്യുക? മീനു പതുക്കെ ചോദിച്ചു. അതൊക്കെ എടുത്തു ചാടി ഓരോന്ന് ചെയ്യുമ്പോൾ ആലോചിക്കണം. ഏതായാലും സാധാ ചേച്ചിയല്ലേ, പോയി വാങ്ങിച്ചാ, മിത്ര പറഞ്ഞു. മീനു രണ്ടും കൽപ്പിച്ച് ഇറങ്ങി. മായയുടെ മുഖം ഇരുണ്ടു. ഇടി നിഷേധി, ഒരു വാക്ക് പോലും പറയാതെ ഇവിടെ ചാടിപ്പോയതാടി നീ. നിനക്ക് അറിയുമോ, നീ പോയത് പിന്നെ മര്യാദക്കൊന്നും ഉറങ്ങിയിട്ടില്ല ഞാൻ, മായ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മീനു കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. എന്നോട് ക്ഷമിക്ക് ചേച്ചി, ആ പെണ്ണിനെ കുറിച്ച് ഓർത്തപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ എനിക്ക് തോന്നിയില്ല ചേച്ചി. അതാ, എന്നോട് ക്ഷമിക്കും. എല്ലാം കണ്ട് എല്ലാവരും പുഞ്ചിരിച്ചു. അതെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട, സുഗുണൻ പറഞ്ഞു. ചേച്ചി, സത്യം പറഞ്ഞാൽ ഇവളുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാനിന്ന് ജീവനോട് ഇവിടെ വന്നത്. ഇല്ലേ, എൻ്റെ ശവമായിരുന്നെ ഇന്നിവിടെ എത്തേണ്ടിയിരുന്നത്. അതിന് ഇവളോട് എങ്ങനെ നന്ദി പറഞ്ഞാലോ മതിയാവുകയെന്ന് എനിക്കറിയില്ല, അതൊരു പറഞ്ഞു. മീനു നിറകണ്ണുകളോടെ അവനെ നോക്കി. മതി പറഞ്ഞു നിന്നത്. അവിടെ മേലെടുത്ത തറവാട്ടിൽ ഇവരെക്കാത്ത 2 പേരുണ്ട്. അവരെ കാണണം ആദ്യം, സുഗുണം പറഞ്ഞു. അപ്പോൾ കാണാം എല്ലാവരെയും, അതും പറഞ്ഞ് അഥർ വണ്ടിയിൽ കയറി. ഒപ്പം മീനുവും. മേലെടുത്ത തറവാട്ടിൻ്റെ ഉമ്മറത്ത് വഴിയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു പാർവതി. അവൾ അക്ഷമയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഉഷയും ലതയും ശങ്കരനും ശിവരാമനും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. സമയം എത്രയായിട്ട് അവരെന്താ കാണാത്തത്? പാർവതി ക്ഷമ നശിച്ച് ചോദിച്ചു. വരും ചേച്ചി, അവർ കവലയിലെത്തിയെന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടെ എത്തും. ചേച്ചി സമാധാനിക്ക്, ലത പറഞ്ഞു. പെട്ടെന്ന് കാറിൻ്റെ ഹോണടി കേട്ടി പാർവതി ആകാംക്ഷയോടെ നോക്കി. ഒരു കാറ് ഗേറ്റ് കടന്നു വരുന്നത് കണ്ട് സന്തോഷത്തോടെ പാർവതി മുറ്റത്തേക്ക് ഓടി വന്നു. വണ്ടി മുറ്റത്ത് നിന്നതും ഡോർ തുറന്ന് അഥർവ് ഇറങ്ങി. മകനെ കണ്ടതും ആ അമ്മയുടെ നെഞ്ചു വെങ്ങി. മോനെ, പാർവതി കരഞ്ഞുകൊണ്ട് ഓടി വന്ന് മകനെ കെട്ടിപ്പിടിച്ചു. അമ്മ, അവനും കരഞ്ഞു. എൻ്റെ കുഞ്ഞിനൊന്നും പറ്റില്ലല്ലോ. അമ്മയ്ക്ക് സന്തോഷമായി മോനെ, സമാധാനമായി, പാർവതി പറഞ്ഞു. എന്താ അമ്മ ഇത്? ഒരാപത്തും കൂടാതെ ഞാൻ തിരികെ വന്നപ്പോൾ കരയുകയാണ് വേണ്ടത്? എൻ്റെ പാർവതി അമ്മ കണ്ണു തുറച്ച് ചിരിച്ചേ, അത് പറഞ്ഞു. പാർവതി കണ്ണു തുറച്ച് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും ഡോർ തുറന്ന് മീനുവും മറ്റുള്ളവരും ഇറങ്ങിയിരുന്നു. മായും ടോണിയും സുഗണനും ഉമേഷനുമെല്ലാം അപ്പോഴേക്കും അവിടെ എത്തി. പാർവതി മീനുവിൻ്റെ അരികിലേക്ക് ചെന്നു. എന്നാലും എൻ്റെ മോളെ, നീ ചെയ്ത തലപ്പോൾ കടന്നു കൈയായിപ്പോയി. ഒരു വാക്ക് പോലെ പറയാതെ നീ പൊയ്ക്കളഞ്ഞില്ലേ? പാർവതി പരിഭവത്തോട് ചോദിച്ചു. അതുകൊണ്ട് എന്താ അമ്മായി, ഒരാപത്തും കൂടാതെ നമുക്ക് നമ്മുടെ അപ്പേട്ടനെ തിരിച്ചിടില്ലേ? അത് മതിയില്ലേ? മിത്ര ചോദിച്ചു. പാർവതി തല കുലുക്കി. അതിനെങ്ങനെയാ മോളെ നിന്നോട് നന്ദി പറയേണ്ടത്? അമ്മേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പേട്ടനെ കാണാതായി എന്നറിഞ്ഞപ്പോൾ മനസ്സ് വല്ലാതെ കിടന്ന് പിടച്ചു. അപ്പേട്ടനെ കണ്ടുപിടിക്കണം, ഇല്ലാച്ച ഈ മണ്ണിൽ വെച്ച് തന്നെ അങ്ങ് ഒടുങ്ങണം, അതായിരുന്നു തീരുമാനം. പക്ഷേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. അതാ ഒരാപത്ത് കൂടാതെ അപ്പേട്ടനെ നമുക്ക് തിരികെ കിട്ടിയത്. മീനു പറഞ്ഞു. അപ്പോൾ പ്രഭാകരൻ അവിടേക്ക് വന്നു.
അയാളെ കണ്ടതും അഥർവൊന്നും വല്ലാതായി. മുഖത്ത് തേജസ് നശിച്ച് ആകെ മെലിഞ്ഞ് കോലം കെട്ടിയിരിക്കുന്നു അച്ഛൻ. അയാൾ എന്ത് പറയണമെന്നറിയാതെ അവിടെ തന്നെ കുഴങ്ങി കുഴങ്ങി തല കുഴിച്ച് നിൽക്കുകയായിരുന്നു. മീനു അഥർവിൻ്റെ തോളിൽ കൈവച്ചു. അവൻ തലചരിച്ച് അവളെ നോക്കി. ചെല്ലാപ്പേട്ടാ, അവൾ പറഞ്ഞു. അവൻ അയാളുടെ അരികിലേക്ക് ചെന്നു. അച്ഛ, ഇപ്പോഴും എന്നോട് ദേഷ്യത്തിലാണോ അച്ഛ? ഇടറുന്ന ശബ്ദത്തോടെ അവൻ ചോദിച്ചു. അത് കേട്ടതും അയാളുടെ ഉള്ളൊന്ന് കാളി. മുഖമുയർത്തി അവനെ നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. നിന്നോട് പിണങ്ങിയിരിക്കാൻ പറ്റൂടാ ഈ അച്ഛന്? ഇരുവരും സന്തോഷത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു. എല്ലാവരും സന്തോഷത്തോടെ കണ്ണുകൾ തുടച്ചു. അച്ഛൻ പറഞ്ഞിരുന്നില്ലേ മീനുവിൻ്റെയും എൻ്റെ സ്നേഹത്തിൻ്റെ ശക്തി തെളിയിച്ച ഞങ്ങളെ ഒന്നിപ്പിക്കാമെന്ന്? അവളുടെ സ്നേഹമാണ് ഇന്ന് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ആ സ്നേഹത്തിൻ്റെ ബലത്തിലാണ് ഞാൻ ഇത്രയും കാലം പിടിച്ചു നിന്നത്. ഞങ്ങളുടെ സ്നേഹം കണ്ട അവർക്ക് മനസ്സ് മാറിയതും കൊല്ലാതെ വെറുതെ വിട്ടതും. ഇവളില്ലായിരുന്നെങ്കിൽ ഞാനും ഉണ്ടാവുമായിരുന്നില്ല. ഇനിയെങ്കിലും ഞങ്ങളെ അംഗീകരിച്ചൂടെ അച്ഛ? അവൻ ദീനതയോട് ചോദിച്ചു. അയാളുടെ മുഖത്തെ ഭാവം മാറി. ഗൗരവത്തോടെ മീനുവിനെ നോക്കി. അവളൊന്ന് വിരണ്ടു. പതിയെ അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ നേരെ കൈനീട്ടി. അവൾ അമ്പരന്നു. ചെല്ലമോളെ, പാർവതി പറഞ്ഞു. അവൾ മടിച്ച് അയാളുടെ അരികിലേക്ക് ചെന്നു. അയാൾ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. ഇവളെ ഞാനെന്ന് എൻ്റെ മരുമകളെ അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഇവരുടെ വിവാഹം നടത്തണം. പ്രഭാകരൻ പറഞ്ഞത് കേട്ട് എല്ലാവർക്കും സന്തോഷമായി. ആഹാ, അത് കലക്കി പ്രഭാകരൻ സാറേ. ഇത് ചെറുതായിട്ടൊന്നും നടത്തിയാൽ പോരാ. അഥർവ് ഈ നാടിൻ്റെ മുത്ത. അതുകൊണ്ട് ഈ കല്യാണം ഒരു ഉത്സവമായി തന്നെ ഞങ്ങൾ ആഘോഷിക്കും. അല്ലടാ ഉമേഷേ? സുഗുണം പറഞ്ഞു. പിന്നെ അല്ലാതെ. എന്ന് നിങ്ങൾ മുഹൂർത്തം കുറിച്ചു. ബാക്കി പരിപാടി ഞങ്ങൾ നോക്കിക്കോളാം. വാടാ. സുഗുണൻ നാട്ടുകാരെയും വിളിച്ച് നടന്നു. അഥർ അലക്സിനെ നോക്കി. അവൻ നിന്ന് ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നതുകൊണ്ട് അവൻ അമ്പരുന്നു. പിന്നെയാണ് അവൻ്റെയും മിത്രയുടെയും കാര്യം ഓർത്തത്. അവൻ കൈകൊണ്ട് സമാധാനപ്പെടേ, ഞാൻ നോക്കിക്കോളാം എന്ന് കാണിച്ചു. അലക്സ് തലകൊലുക്കി. ഈ സമയം കത്തിച്ച ആരതിത്തട്ടുമായി സൗദാമിനി അവിടേക്ക് വന്നു. അവരുടെ മുഖത്ത് പഴയ ആ ആഠ്യതമോ ഗാംഭീര്യമോ ഉള്ള ആള് പഞ്ചപാവമായിരിക്കുന്നു. അത് കണ്ട് അതൊരു ശരിക്കും ഒന്ന് അതിശയിച്ചു. ഇതായിരുത്തി ഒരാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതല്ലേ, എല്ലാ ദോഷങ്ങളും പോട്ടെ. പാർവതി അത് വാങ്ങി. മോളെ മീനു, നീ അവനോട് ചേർന്ന് തന്നെ. അവൾ ഒരു നിമിഷം അതിശയിച്ചു. അതർ അവളെ ചേർത്ത് പിടിച്ചു. പാർവതി ഇരുവരെയും ആരതി ഒഴിഞ്ഞു. എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. മീനു വാ മോളെ, ടോണി പറഞ്ഞു. അമ്മേ, മീനു പറഞ്ഞു. അവൾ പതിയെ അഥർവിനെ നോക്കി. അവൻ്റെ മുഖവും വാടി. ഇരുവരും വിഷമത്തോടെ പരസ്പരം നോക്കി. ഇത് കണ്ട് ടോണി അവൻ്റെ തോളിൽ പിടിച്ചു. എന്തിനാടാ വിഷമിക്കുന്നത്? ഇത്രയും ദിവസം ഇവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഇനി കുറച്ച് ദിവസം ഒന്ന് കാത്തിരിക്കും. അത് കഴിഞ്ഞതേ ഇവൾ പിടിച്ച് നിൻ്റെ കയ്യിലേൽപ്പിച്ചോളാം പോരെ? ടോണി ചോദിച്ചു. അഥർവ് ഒന്ന് ചമ്മി. ഒന്ന് പോമാഷേ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരി, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. വാ മീനു. മായും ടോണിയും മുന്നിൽ നടന്നു. അഥർവിനെ ഒന്ന് നോക്കി. അവൻ തലയാട്ടി. അവൾ അവർക്കൊപ്പം നടന്നു. മക്കളെ, നിങ്ങൾ ആദ്യം നിന്ന് കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറി. ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. സൗദാമിനെ പറഞ്ഞ് അകത്തേക്ക് നടന്നു. അമ്മായി, ഒരു മിനിറ്റ്, അവൻ പറഞ്ഞു. സൗദാമിനെ ഒന്ന് നിന്ന് അവനെ നോക്കി. എന്താ മോനെ? അവൻ അല്പം പരിഭ്രമത്തോടെ അവളുടെ മുന്നിലേക്ക് വന്നു. അത് അമ്മായിയോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അമ്മായിയോട് മാത്രമല്ല, എല്ലാവരോടുമായിട്ടാണ് പറയാനുള്ളത്. അവൻ എല്ലാവരെയും നോക്കി പറഞ്ഞു. മിത്രയും അലക്സും അല്പം പരിഭ്രമത്തോടെ നിന്നു. എന്താ അപ്പോൾ? അത് മിത്രയുടെ കാര്യമാണ്. അലക്സും മിത്രയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറയുന്നു. എനിക്കതിനോട് ഒരു എതിർപ്പുമില്ല. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ 2 വിവാഹവും ഒരുമിച്ച് നടത്താം. അവർ പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. ശിവനും ശങ്കരനും രഥയും ഉഷിയും ദേഷ്യത്തോടെ ഇരുവരെയും നോക്കി. പ്രഭാകരനും പാർവതിയും മിത്രയെ നോക്കി. മിത്ര, ഈ കേട്ടത് നേരാണോ? പാർവതി ചോദിച്ചു. അവൾ മുഖം കുനിച്ച് നിന്നു. അതെ, എനിക്ക് അലക്സേറ്റിനെ ഇഷ്ടമാണ്. അവൾ മുഖമുയർത്തി തൻ്റെ അടുത്തോട് പറഞ്ഞു. പാർവതി കണ്ണുമിഴിച്ച് അവളെ നോക്കി. പിന്നെ എല്ലാവരെയും. എന്ത് ധൈര്യത്തിൽ അവൾ പറയുന്നതെന്ന് നോക്കിക്കേ. മേലെടുത്ത് തറവാൻ്റെ സൽപ്പേരിനെ കുറിച്ച് പോലും ഓർക്കാതെ ഒരു നസ്രാണി ചിക്കനെ കിട്ടിയില്ല നിനക്ക്, നിഷേധി. ശിവരാമൻ ദേഷ്യത്തോടെ ചോദിച്ചു. പിന്നെ തിരിഞ്ഞ് അലക്സിനെ നോക്കി. അവനൊന്ന് പകച്ചു. ഡാ, എന്ത് ധൈര്യത്തിലാടാ നീ തറവാട്ടിലെ പെൺകുട്ടിയെ കയറി പ്രേമിച്ചത്? വിശ്വസിച്ച് കൂടെ നിർത്തിയ കൂട്ടുകാരനെ തന്നെ ചതിച്ചില്ലേ? നിന്നെ ഞാൻ ശങ്കരനെ അവനെ അടിക്കാൻ ഒങ്ങിയതും ആധാരം അയാളുടെ കയ്യിൽ പിടിച്ചു. അമ്മാവ വേണ്ട, എനിക്കിവന് കൂട്ടുകാരനല്ല, കൂടെപ്പിറപ്പ് തന്നെയാണ്. ഇവൻ്റെ ദേഹത്ത് കൈവച്ചാ അടങ്ങിയിരിക്കില്ല ഞാൻ. ഇവനെ പോലെ ആണൊരുത്തൻ്റെ കയ്യിൽ മിത്രി ഏൽപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവർ പറഞ്ഞു. നീ അങ്ങനെയല്ല പറയൂ. ഇവിടുത്തെ ബാല്യക്കാരി ആ മായയുടെയും ടോണിയുടെയും കല്യാണം നടത്തി കൊടുത്തവനല്ലേ നീ. എന്നാൽ ഈ തറവാട്ടിൽ അത് നടക്കില്ല.
ശിവരാമൻ പറഞ്ഞു. പിന്നെ തിരിഞ്ഞ് പ്രഭാകരനെ നോക്കി. അയാൾ എല്ലെങ്കിലും മിണ്ടാതെ മൗനമായിരിക്കുകയാണ്. ഏട്ടനെന്താ ഒന്നും പറയാതിരിക്കുന്നത്? കേട്ടില്ലേ ഈ പറഞ്ഞ തോന്നിയാസങ്ങൾ? ശിവരാമൻ ചോദിച്ചു. അയാൾ പതിയെ മുഖമുയർത്തി. ശങ്കര, ശിവരാമ, ഈ നിൽക്കുന്ന മിത്ര അപ്പുവിൻ്റെ സ്വന്തം പെങ്ങളല്ല. സൗദാമിനി എൻ്റെ സ്വന്തം പെങ്ങളും അല്ല. എന്ന് വെച്ചാൽ മേലെടുത്ത തറവാട്ടിലെ അകന്ന ഒരു ബന്ധം മാത്രം ഇവർ രണ്ടുപേരും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് മേലെടുത്ത തറവാട്ടിൽ നിങ്ങൾക്കുള്ള ബന്ധവും അധികാരവും അവകാശവും ഇവരെക്കാളൊക്കെ വലുതാണ്. ഈ നിൽക്കുന്ന എൻ്റെ മകൻ അഥർവ് നിങ്ങളുടെ സ്വന്തം അനന്തരവനാണ്. അവനെ കാണാതായിട്ട് 2 മാസത്തോളമായി. ഇതിനിടയ്ക്ക് എന്തെങ്കിലും അവനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിക്കാനോ അന്വേഷണത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് അറിയാനോ അവരെ കണ്ടുപിടിക്കാനോ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടോ? എല്ലാവരും ഉത്തരം മുട്ടി നിന്നു. ഇവനെ സ്നേഹിച്ചു എന്ന ഒറ്റ കാരണത്തിൻ്റെ പേരിൽ ഒത്തിരി വേദന അനുഭവിക്കേണ്ടി വന്നവൾ അമ്മീനു. നമ്മൾ അവളെ കൊല്ലാൻ വരെ നോക്കി. എന്നിട്ടും അവന് ഒരാപത്ത് വന്നു എന്നറിഞ്ഞപ്പോൾ സ്വന്തം ജീവൻ പോലും നോക്കാതെ ഇറങ്ങി പുറപ്പെട്ടു അവൾ. അവനോടൊപ്പം മരിക്കാൻ വേണ്ടി. അവൾക്കുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ ഒരംശം പോലും നിങ്ങൾക്ക് ഇവനോടുണ്ടായിരുന്നോ? ഈ പെണ്ണ് സ്വന്തം ചേട്ടനല്ല, എന്നിട്ടും അവനെ കാണാനില്ല എന്നറിഞ്ഞ് അവിടെ വരെ പോകാൻ മനസ്സ് കാണിച്ചവളാ ഇവൾ. പിന്നെ അലക്സ് അഥർവിനെ അന്വേഷിച്ച് രാപ്പകൽ ഊണും ഉറക്കവും ഇല്ലാതെ അലഞ്ഞവനവൻ. അതെനിക്കറിയാം. ഇവരൊക്കെ കാരണം എനിക്കെൻ്റെ മോനെ തിരികെ കിട്ടിയത്. അതിലൂടെ ഒരു പാഠം പഠിച്ചു. രക്തബന്ധത്തേക്കാൾ ശക്തവും ദൃഢവും സ്നേഹബന്ധങ്ങൾക്കുണ്ടാവുമെന്ന്. ജാതിയും മതവും ഒന്നുമല്ല. ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ആളുകൾ ജീവിച്ചിരുന്നു ഇവിടെ. ലോകത്തിൽ ഒരു മതഗ്രന്ഥത്തിലും ഒരു പുസ്തകത്തിലും പരസ്പരം സാഹോദര്യത്തോടെ സ്നേഹിച്ച് ജീവിക്കാനല്ലാതെ അതിൻ്റെ പേരിൽ തമ്മിത്തലം പറഞ്ഞിട്ടില്ല. മുറിവൈദ്യൻ ആളെക്കൊല്ലുമെന്ന് പറഞ്ഞതുപോലെ ആ ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഒരു അറിവും ധാരണയും ഇല്ലാത്തവരാ പരസ്പരം ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് പോരടിക്കുന്നത്. അയാൾ ഒരു മാത്രം നിർത്തി അലക്സിനെ നോക്കി അവൻ്റെ തോളിൽ കൈവച്ചു. മോനെ, മിത്രിയെ നിന്നെ ഏൽപ്പിക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ തീരുമാനം പറയേണ്ടത് ഞാനല്ല, അവളുടെ അമ്മയാണ്. എല്ലാവരും സൗദാമിനിയെ നോക്കി. സൗദാമിനി, നിനക്കെന്താ പറയാനുള്ളത്? ഞാനെന്ത് പറയാനേട്ടാ? സത്യത്തിൽ മേലെടുത്ത തറവാടിനെ സംബന്ധിച്ച് ഞാൻ ആരുമല്ല. എന്നിട്ടും അർഹിക്കുന്നതിനേക്കാൾ അധികാരവും അവകാശവും എനിക്ക് തന്നു. അതിൽ അഹങ്കരിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് അതൊന്നുമില്ല. സ്നേഹം തന്നെ ഏറ്റവും വലുത്. എൻ്റെ മോളുടെ ഇഷ്ടം അതാണെങ്കിൽ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. സൗദാമിനി സന്തോഷത്തോട് പറഞ്ഞു. എല്ലാവരും ആകെ അതിശയിച്ച് നിന്നുപോയി. മിത്ര കരഞ്ഞുകൊണ്ട് ഓടി വന്ന അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മ, ഞാൻ അന്നത്തെ ദേഷ്യത്തിന് എന്തൊക്കെ പറഞ്ഞു പോയി. എന്നോട് ക്ഷമിക്കമ്മ. സാരമില്ലടി, നിൻ്റെ ആ വാക്കുകൾ തന്നെയാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്. അമ്മയ്ക്ക് സന്തോഷമുള്ളൂ, സൗദാമിനി പറഞ്ഞു. എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചു. എങ്കിൽ പിന്നെ 2 കല്യാണവും ഒന്നിച്ച് തന്നെ നടത്താം. പിന്നല്ലാതെ. എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചു. മേലെടുത്ത് തറവാട്ടുമുറ്റത്ത് പന്തലുണ്ടായിരുന്നു. അലക്സിൻ്റെ വീട്ടുകാർ പെണ്ണ് ചോദിച്ച് വീട്ടിൽ വന്നു. അതും അങ്ങനെ ഉറപ്പിച്ചു. കൃഷ്ണപുരം ക്ഷേത്രനടയിൽ വെച്ച് വിവാഹം മംഗളമായി തന്നെ നടന്നു. യാത്ര പറയാൻ നേരം സൗദാമിനിയെയും തങ്ങൾക്കൊപ്പം കൊണ്ടുപോകാൻ അലക്സും മിത്രയും അനുവാദം ചോദിച്ചു. പക്ഷേ അഥർവും പാർവതിയും മീനും സമ്മതിച്ചില്ല. വിവാഹശേഷം 4 പേരും ഹണിമൂണിനായി തിരിച്ചു. വേറെ എവിടേക്കല്ല കേട്ടോ, കടലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് അവൻ്റെ പ്രിയപ്പെട്ട സ്ഥലത്തേക്ക്, ലക്ഷദ്വീപിലേക്ക് തന്നെ. അങ്ങനെ മധുരമനോഹരമായ ഒരു ദാമ്പത്യം അവർക്ക് ലഭിച്ചു. വർഷങ്ങൾക്ക് ശേഷം ആർത്തലച്ച് പെയ്യുന്ന മഴയിലും ആ മുറ്റം ആളുകളെ സമൃദ്ധമായിരുന്നു. കുടയും ചൂടി നാട്ടുകാർ വേദനയോടെ ആ മുറ്റത്ത് തടിച്ചുകൂടി നിന്നു. അകത്തു നിന്നും സ്ത്രീകളുടെ കരച്ചിലായിരുന്നു. എന്നാലും ഇത് വല്ലാത്ത കഷ്ടമായിപ്പോയി. തിരിച്ചു വന്നിട്ട് അത്ര നാളെ ആയിട്ടുള്ളൂ. എന്തിനാ ഈശ്വരൻ ഇങ്ങനെ ഒരു വിധി കൊടുത്തത്? ആ അമ്മയുടെ കരച്ചിൽ കാണാൻ വയ്യ. നല്ലൊരു പയ്യനായിരുന്നു. നാടിന് വേണ്ടി ജീവൻ കൊടുത്തില്ലേ? അവന് വീരസ്വർഗം ഉറപ്പാണ്. ആളുകൾ ഓരോരുത്തരായി പറഞ്ഞു. ഈ സമയം മുറ്റത്തൊരു കാർ വന്നു നിന്നു. അതിൽ നിന്നും ആദ്യം മീനു ഇറങ്ങി. അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. എല്ലാവരെയും നോക്കിയ ശേഷം അവൾ മുന്നോട്ട് നടന്നു. പിന്നിലെ ഡോർ തുറന്ന് അലക്സും മിത്രയും ഇറങ്ങി. അവസാനം അഥർവ് ഇറങ്ങി. ഇടറുന്ന നെഞ്ചോടെ അവൻ മീനു നീട്ടിയ കുടയിലേക്ക് അവൻ ചേർന്ന് നിന്നു. പതിയെ ആ വീട് ലക്ഷ്യമാക്കി നടന്നു. ആളുകൾ അവരെ കണ്ടതും മാറിക്കൊടുത്തു. കണ്ടു ഒരു നോട്ടം. ആ കൊച്ചു വീടിൻ്റെ വരാന്തയിൽ നിഷ്കളങ്കമായ ഭാവത്തോടെ കണ്ണടച്ചു കൊടുക്കുന്ന ആ ചെറുപ്പക്കാരനെ. ത്രിവർണ്ണ പതാകം തൻ്റെ മേൽ അണിഞ്ഞത് കൊണ്ടാകാം അവന് നല്ല ഗാംഭീര്യമുണ്ട്. അമേർ, ഇടർന്ന ശബ്ദത്തോടെ അവൻ വിളിച്ചു. ഇല്ല, എനിക്കറിയാം, ഇനി നീ എൻ്റെ വിളി കേൾക്കില്ല.
ആര് വിളിച്ചാലും നീ ഇനി ഉണരില്ല. ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്കാണ് നീ പോയിരിക്കുന്നത്, അതും വിജയത്തോടെ, അപമാനത്തോടെ. ഇന്ത്യ ബോർഡറിലുണ്ടായ നുഴഞ്ഞുകയറ്റത്തെ ചെറുക്കാനായി പോയ സേനയിൽ അമീറും ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആശങ്കയും അഭിമാനവും തോന്നിയിരുന്നു. അന്ന് രാത്രി പതിവില്ലാതെ അവൻ വിളിച്ചപ്പോൾ വല്ലാത്തൊരു അത്ഭുതമാണ് തോന്നിയത്. എന്താ അമീർ, പതിവില്ലാത്തൊരു വിളി? എന്തെങ്കിലും വിശേഷമുണ്ടോ? ഉണ്ട് സാർ, ഞാൻ ബോർഡറിലേക്ക് പോവുകയാണ്. സ്പെഷ്യൽ സ്ക്വാഡിൽ നമ്മുടെ നാടിനെ തുറന്ന് ആക്രമിക്കാൻ വന്ന അവരെയൊക്കെ തുരത്താൻ വേണ്ടി സജ്ജമാക്കിയ ആ ഗ്രൂപ്പിൽ ഞാനുണ്ട് സാർ. അതിലെനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട്. എല്ലാ തെറ്റുകൾക്കും പ്രായശ്ചിത്തം ചെയ്യാൻ പഠിച്ചു തന്ന ഒരു അവസരമായിരിക്കും ഇത്. അവിടെ പോയി ജീവനോടെ ചിരിച്ചു വന്നില്ലെങ്കിലും എനിക്ക് സന്തോഷമുള്ളൂ. എൻ്റെ ജീവൻ എൻ്റെ നാടിന് വേണ്ടിയല്ല ഞാൻ സമർപ്പിക്കുന്നത്, അമീർ പറഞ്ഞു. അമീർ, ഇങ്ങനെയൊന്നും പറയരുത്. നിനക്കൊരാപത്ത് സംഭവിക്കില്ല. നീ തിരികെ വരും. ശത്രുക്കളെ തുരത്തി വിജയ പതാകയെ എഴുതിക്കൊണ്ട് അന്ന് നിന്നെ പൂമാരിയിട്ട് സ്വീകരിക്കാൻ ഞാനും ഉണ്ടാകും. നോക്കിക്കോ. അത് കേട്ട് അവൻ ചിരിച്ചു. ആയിക്കോട്ടെ സാർ, എന്തുകൊണ്ടോ സാറിനോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. സാറാണ് എനിക്കൊരു സൈനികനാവാൻ പ്രചോദനമായത്. സാറിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ധൈര്യവും ആത്മബലവും ഒക്കെ തോന്നുന്നു. അത് പുഞ്ചിരിച്ചു. അമീർ, ഡോണ്ട് സ്കെയർ, ധൈര്യമായി പോ. എന്നിട്ട് അവരെയൊക്കെ തോൽപ്പിച്ചു. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. കോൾ കട്ടായി. അതർ ചിന്തയിൽ നിന്ന് ഉണർന്നു. അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അമീർ, പറഞ്ഞ വാക്ക് പാലിക്കാനാണ് ഞാൻ വന്നത്. വിജയിച്ചു നിൽക്കുന്ന നിൻ്റെ കഴുത്തിൽ ഈ മാല ചാർത്താൻ. പക്ഷേ അതറിയാൻ നിനക്കാവുമോ അമീർ? അലക്സ് ഒരു മാല അവന് നൽകി. അതർ ആ മാല അവൻ്റെ നെഞ്ചിൽ വെച്ചു. അത് വെച്ചപ്പോൾ അവനൊന്ന് ചിരിച്ചു. അതൊരു സംശയിച്ചു. വേദനകളെല്ലാം നെഞ്ചിലകത്ത് അടക്കി. അതർ വന്ന് നിശ്വസിച്ചു. എന്നിട്ട് അറ്റൻഷനിൽ നിന്ന് അവന് ഒരു സല്യൂട്ട് നൽകി. അമീർ, നിന്നെ ആദ്യമായി കണ്ടത് ഞാൻ ഓർക്കുന്നു. ആലിസാബിൻ്റെ സംഗീതത്തിൽ അവർക്കൊപ്പം ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങിയിരുന്നവൻ. ഭയമായിരുന്നു എല്ലാത്തിനോടും. അന്ന് ഞാൻ കരുതി നീ എന്നേക്കാളും എത്രയോ ചെറുതാണെന്ന്. പക്ഷേ ഇന്ന് വിജയിച്ച് നീ എന്നെ തോൽപ്പിച്ച് വാനോളം ഉയർന്നിരിക്കില്ല. നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തി അവിടെ വിജയക്കോരെ പാറിച്ച് നീ മരണത്തിന് കീഴടങ്ങിയപ്പോൾ നീ എല്ലാ തെറ്റുകൾക്കും പരിഹാരം ചെയ്തു. നീ മരിച്ചാലും ഇനിയും ജീവിക്കും ഈ 100 കോടി ജനങ്ങളുടെ മനസ്സിലൂടെ. അപ്പോട്ടാ, മീനുവിൻ്റെ വിളിക്കിയിട്ട് അവൻ തിരിഞ്ഞു നോക്കി. അമീറിൻ്റെ ഉമ്മ മൂലയിൽ ചുവരും ചാരിയിരിക്കുന്ന സ്ത്രീയെ ചൂണ്ടി അവൾ പറഞ്ഞു. അതർ ആ സ്ത്രീയുടെ അരികിലേക്ക് ചെന്നു അവർക്ക് മുന്നിലിരുന്നു. ഉമ്മ, സ്നേഹത്തോടെ അവൻ വിളിച്ചു. അവർ മുഖമുയർത്തി നോക്കി. അവനെ കണ്ടതും ആ സ്ത്രീ ആദ്യം ഒന്ന് അമ്പരന്നു. അല്ല, സാറായിരുന്ന ഇത് പോനെ കണ്ടില്ലേ? ഓൻ ഉറക്ക സാറേ, വിളിച്ചിട്ട് എണീക്കണില്ല. സാറ് വിളിച്ചു നോക്കി. സാറിനെ അവർ വലിയ കാര്യമാണ്. സാറ് വിളിച്ചാൽ അവൻ എണീക്കും. അത് കേട്ടതും അതർവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അമ്മ, അവൻ ദീനതയോടെ വിളിച്ചു. എനിക്കറിയാം അവൻ എണീക്കൂല. പോയി, മയ്യത്തായിപ്പോയി. എന്തേലും ഇങ്ങനെ ഒരു ദിവസം വരുന്ന അവൻ പറഞ്ഞിരുന്നതാ. അന്ന് കരയിലെ ഉമ്മാന്ന് അവൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് പറ്റുമേ, എൻ്റെ മോനല്ലേ. അതും പറഞ്ഞ് ആ ഉമ്മ പൊട്ടിക്കരഞ്ഞു. അതർ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കരയരുതുമ്മ, ഇത് കണ്ട അവന് സങ്കടമാവും. അതുകൊണ്ട് കരയരുത്. അവൻ അവരെ ആശ്വസിപ്പിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി. ചടങ്ങുകളെല്ലാം അവസാനിച്ചതോടെ യാത്ര പറഞ്ഞ് അവർ ഇറങ്ങി. അതർവിൻ്റെ നെഞ്ചിൽ ചാഞ്ഞു കിടന്ന് മീനു പതിയെ ചോദിച്ചു, എന്തിനാ അപ്പോട്ടാ മനുഷ്യർ തമ്മിൽ ഇങ്ങനെ വാശിയും പകയും കൊണ്ട് നടക്കുന്നത്? വെട്ടിപ്പിടിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം? മരിച്ച് മണ്ണടിയുമ്പോൾ ഈ വെട്ടിപ്പിടിച്ചതൊന്നും ആരും കൊണ്ടുപോകുന്നില്ലല്ലോ. എല്ലാവരും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കഴിയണമെന്ന എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത്. എന്നിട്ടും എന്തേ ഇങ്ങനെ? എല്ലാവർക്കും സന്തോഷത്തോടെ സ്നേഹത്തോടെ കഴിഞ്ഞൂടെ? ഇവിടെ ഭൂമി തന്നെ ഒരു സ്വർഗമായി മാറില്ലേ? അവൻ പതിയെ ചിരിച്ചു. ശരിയാണ്, പക്ഷേ മനുഷ്യൻ അവനിലെ സ്വാർത്ഥതയും താല്പര്യങ്ങളും ഞാനെന്ന ഭാവവും ഒഴിവാക്കണം. ഹൃദയത്തിൽ നന്മയും സ്നേഹവും കുടിയിരുത്തണം. അതിന് സാധിച്ചാൽ ഭൂമിയും ഒരു സ്വർഗമാക്കാം. ഡോറിൽ ഇറ്റിറ്റ് വീഴുന്ന മഴത്തുള്ളികളെ നോക്കി തൻ്റെ പ്രിയതമയുടെ കൈകോർത്ത് പിടിച്ച് അവൻ ആ സീറ്റിലേക്ക് ചാരിയിരുന്നു. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ അതിർത്തി സാമാന്യം നല്ല തിരക്കുള്ള ഒരു കവല. വിവിധ വേഷവിധാനത്തിലുള്ള ആളുകൾ, വിവിധ ജാതി മതവംശജർ ആ തെരുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ചിലർ ചില കടകളിൽ നിന്ന് സാധനം വാങ്ങുന്നു. അവിടെ ഒരു കടയുടെ തിനയിലിരുന്ന് ഒരാൾ പത്രം വായിക്കുകയാണ്. താടിയും മുടിയും നീട്ടി വളർത്തി തലപ്പാവം കെട്ടി ദേശാടകനെ പോലെ ഒരാൾ. അമീറിൻ്റെ മരണവാർത്ത വായിച്ചിരിക്കെ ഒരു വെടിവെച്ച് കെട്ടി എല്ലാവരും ഞെട്ടി. ആയുധധാരികളായി മുഖം മറച്ച് കുറേ പേർ ആ നഗരമധ്യത്തിലേക്ക് ചാടി വീണു. ആളുകളെല്ലാം ഞെട്ടിത്തെറിച്ചു. ഭീതിയോടെ നിലവിളിച്ചുകൊണ്ട് പരക്കം മാഞ്ഞു.
ആയുധധാരികൾ അവർക്ക് നേരെ തോക്കു ചൂണ്ടി. ഭാഷ മാറ്റമാണ് കേട്ടോ. അനങ്ങിപ്പോകരുത്. അനങ്ങിയാൽ എല്ലാവരെയും ചുട്ടു തള്ളും. ഇന്നു മുതൽ ഈ നഗരം ഞങ്ങളുടേതാണ്. അനുസരിച്ചില്ലെങ്കിൽ കൊന്നു തള്ളും ഞങ്ങൾ. അതിൽ നേതാവെന്ന് തോന്നിയവൻ അലറി. പത്രം മടക്കി വെച്ച് അയാൾ എഴുന്നേറ്റ് തൻ്റെ മുഖമുയർത്തി ആലി സാബ് രോഷത്തോടെ അവനെ നോക്കി. അയാളുടെ പിന്നിലായി സലീമും ഹമീദും ഇസ്മയിലും ഒക്കെ വന്നു. നേതാവ് ദേഷ്യത്തോടെ അവിടെ കുത്തി നിർത്തിയ ഇന്ത്യയുടെ പതാക വലിച്ചു പൊട്ടിച്ചു. പിന്നെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് വലിച്ചെറിഞ്ഞു. അലി കൈയുയർത്തി അത് പിടിച്ചു. അതുകൊണ്ട് അവരൊന്ന് അമ്പരന്നു. അലി ആ പതാക നെഞ്ചോട് ചേർത്തു. പിന്നെ അവിടെ ഇരുന്ന പ്രായമായ ഒരാളുടെ കയ്യിൽ അത് ഏൽപ്പിച്ചു. എരിയുന്ന കണ്ണുകളോടെ അവരെ നോക്കി. അവരുടെ മുഖവും കോപം കൊണ്ട് ചൊലിച്ച്. അത് പറയാൻ നീ ആരാ? ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇന്ത്യമാണ്. ഇവിടെ അധികാരികൾ ജനങ്ങളാണ്. ഞങ്ങളെ ഭരിക്കാൻ ഞങ്ങൾക്കറിയാം. മര്യാദക്ക് തടി കേടാക്കാതെ പോവാൻ നോക്കൂ, അലി പറഞ്ഞു. അത് കേട്ട് നേതാവിന് ദേഷ്യം വന്നു. അയാൾ അലറിക്കൊണ്ട് അലിയുടെ നേരെ പാഞ്ഞെടുത്തതും അയാൾ കൈയുയർത്തി അവൻ്റെ കഴുത്തിൽ പിടിമുറുക്കി. അയാളൊന്ന് ഞെട്ടി ശ്വാസം മുട്ടി പിടഞ്ഞു. അത് കണ്ട് മറ്റുള്ളവർ അയാൾക്ക് നേരെ വന്നതും ഇടം കൈക്കൊണ്ട് അയാൾ അവരെയൊക്കെ അടിച്ചു. മറ്റുള്ളവരും അയാൾക്കൊപ്പം കൂടി. അവസാനം എല്ലാവരും അവശരായി വീണു. അലി ഒരു വടിയും കൈനേന്തി അവരുടെ മുന്നിൽ വന്നു നിന്നു. അവർ ഭീതിയോടെ തലയുയർത്തി നോക്കി. ഇത് ഞങ്ങളുടെ ദേശമാണ്. നാനാ ജാതി മതസ്ഥർ ഒത്തൊരുമയോടെ കഴിയുന്ന ജനങ്ങൾക്ക് ആധിപത്യമുള്ള നാട്, ജനാധിപത്യ ഭാരതം. ഇവിടെ കടന്നു കയറി അതിക്രമം കാണിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല ഞങ്ങൾ. എന്താ, അറിയണോ ഞങ്ങളുടെ ശക്തി? അലി ചോദിച്ചു. അപ്പോഴേക്കും ആളുകൾ ഓരോരുത്തരായി ഓരോ വടിയെടുത്ത് അയാളുടെ പിന്നിൽ നിരന്നു. അത് കണ്ട് അവർ ജീവനും കൊണ്ട് ഓടി. എല്ലാവരും സന്തോഷത്തോടെ ആർപ്പം വിളിച്ചു. അലി ചെന്ന് വൃദ്ധനെ കൂട്ടി പതാക ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് വന്നു. ഇതാ, നീ തന്നെ ഇത് ഇവിടെ നാട്ടിയാലും. അലിയൊന്നും വല്ലാതായി. ഇല്ല, എനിക്കതിനുള്ള യോഗ്യതയില്ല. ഞാൻ ദേശാടനക്കാരനാണ്. നിങ്ങളാണ് ഈ മണ്ണിൽ പിറന്നവൻ. നിങ്ങൾക്കാണ് അതിനുള്ള അർഹത, അലി പറഞ്ഞു. വൃദ്ധൻ ഒരു നിമിഷം മൗനമായി നിന്നു. പിന്നെ പതാക ഉയർത്തി. എല്ലാവരും സന്തോഷത്തോടെ ആ ത്രിവർണ്ണ പതാകയെ നോക്കി ആത്മാഭിമാനത്തോടെ സല്യൂട്ട് ചെയ്തു. നാനാ ജാതിയാവാം, വർണ്ണമാകാം, മതമാകാം, ഭാഷയാകാം. എന്നാൽ നാമെല്ലാം ഒരേ അമ്മയുടെ മക്കളാണ് എന്ന തിരിച്ചറിവാണ് വേണ്ടത്. വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലാതെ സമ്പത്തിനേക്കാൾ നന്മയും സ്നേഹത്തിനും പ്രാധാന്യം നൽകി എല്ലാവരും സന്തോഷത്തോടെ കഴിയുകയാണെങ്കിൽ ഭൂമിയിൽ തന്നെ ഒരു സ്വർഗമാക്കി മാറ്റാം. അവസാനിച്ചു. കഥ ഇഷ്ടമായെങ്കിൽ എന്തെങ്കിലും 2 വാക്ക് പറയണേ.